ഭൂമി വിൽക്കൽ വാങ്ങൽ എന്നിവയെ സംബന്ധിച്ച് ഒരുപാട് അബദ്ധധാരണകൾ നമ്മുടെയൊക്കെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ശരിക്കും ഒരു ഭൂമി ആധാരപ്രകാരം നമുക്ക് ലഭിച്ചതിന് ശേഷം ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസ് 1966 പ്രകാരം ഇത് ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ പോക്കുവരവ് ചെയ്താൽ മാത്രമേ പൂർണ്ണമായും നമുക്കതിൻ്റെ ഉടമസ്ഥാവകാശം ലഭിക്കുകയുള്ളൂ. ഡിജിറ്റൽ സർവേകളൊക്കെ നടക്കുന്ന കാലമാണ്. ഈ ഡിജിറ്റൽ സർവേകളൊക്കെ പൂർണ്ണമാകുന്ന മുറയ്ക്ക് ഈ എൻ്റെ ഭൂമി എന്ന ഒറ്റ പോർട്ടലിലൂടെ രജിസ്ട്രി, റവന്യൂ അങ്ങനെയുള്ള എല്ലാ വകുപ്പുകളും കൂടി ഒന്നായി മാറി അതൊരു ഏകജാലക സംവിധാനത്തിലേക്ക് മാറും. പക്ഷേ അപ്പോഴും വിൽപ്പത്രങ്ങൾ പോക്കുവരവ് ചെയ്യുന്നതിൽ നമ്മൾക്ക് ഈ റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ പാലിച്ചേ മതിയാവുകയുള്ളൂ. നമുക്കൊരു വിൽപ്പത്രപ്രകാരം ലഭിച്ച ഒരു ഭൂമി ഒരു രജിസ്റ്റർ ചെയ്യാത്ത വിൽപ്പത്രമാണെങ്കിൽ പോക്കുവരവ് കുറച്ചുകൂടി സങ്കീർണമാക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷം ഒരു കോടതി ഉത്തരവ് വന്നിട്ടുണ്ട്. ഈ കോടതി ഉത്തരവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ മരണശേഷമാണോ ഈ വിൽപ്പത്രം കാലാവധി വിൽപ്പത്ര നിയമപ്രകാരം സാധുവാകുന്നത്, അദ്ദേഹത്തിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹെയർഷിപ്പ്, അതുപോലെ തന്നെ ഈ വിൽപ്പത്രം ഇതിന് ശേഷം അത് ക്യാൻസൽ ചെയ്തിട്ടില്ല, പിന്നീട് മറ്റൊരു വിൽ എഴുതിയിട്ടില്ല എന്നറിയിക്കാനുള്ള ലിസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇവയൊക്കെ അതിൻ്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റ്, ഇവയൊക്കെ നമ്മൾ വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ലീഗൽ ഹെയർഷിപ്പിൽ ഏതൊക്കെ അവകാശികളുണ്ടോ അവരെല്ലാവരും വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ ഒരു സാക്ഷ്യപത്രം എഴുതി കൊടുക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കോടതി ഉത്തരവ് വന്നിട്ടുണ്ട്. ഇതിന് കാരണമായത് കേരളത്തിലെ സിവിൽ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന ഏതാണ്ട് ഭൂരിഭാഗം വ്യവഹാരങ്ങളും ഈ വസ്തുതർക്കമായിട്ട് ബന്ധപ്പെട്ടും ഈ വിൽപ്പത്രത്തിന് ശേഷം വിൽപ്പത്രം പോക്കുവരവ് ചെയ്തതിന് ശേഷം ഞങ്ങളിത് അറിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബന്ധുക്കൾ കൊടുത്തിട്ടുള്ള വ്യവഹാരങ്ങളാണ്. അപ്പോൾ ഈ വ്യവഹാരങ്ങൾ കുറയ്ക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് കോടതി ഈ ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം ഇത് നാളുകളിൽ ഈ പോക്കുവരവ് ഞങ്ങൾ അറിഞ്ഞില്ല എന്നവർക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ അവകാശികളെല്ലാവരും വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ സാക്ഷ്യപത്രപ്പെടേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ സങ്കീർണമായ വസ്തുത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിൽപ്പത്രം എഴുതി വയ്ക്കുന്നത് മറ്റുള്ള അവകാശികളൊന്നും ഇതിൽ അവകാശം ഉന്നയിക്കാതിരിക്കാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ കാരണവന്മാരോ ഈ ആർക്കാണോ ഇത് അവകാശപ്പെട്ടത് അവർക്ക് മാത്രം അനുഭവിക്കാനായിട്ട് എഴുതി വച്ചിരിക്കുന്നതാണ്. പക്ഷേ അതിന് ഒരു ഗൗരവമായ സ്വഭാവം വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ ആരെങ്കിലും അതിനകത്ത് തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഇതിന് യോജിപ്പില്ല, ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ ആ പോക്കുവരവ് നടക്കാതെ വരും. അപ്പോൾ ഈ വിൽപ്പത്ര പ്രകാരം കിട്ടിയ ഭൂമി ഇത് കിട്ടിയ ആൾക്ക് ക്രയവിക്രയം നടത്താനോ ഒരു ലോൺ വയ്ക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ഒരു സങ്കീർണമായ അപ്ഡേഷൻ കഴിഞ്ഞ വർഷം കോടതി വിധിയിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിൽപ്പത്രപ്രകാരം നമുക്ക് ഭൂമി ലഭിച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ വയ്ക്കാതിരിക്കുക, അത് എത്രയും പെട്ടെന്ന് അത് പോക്കുവരവ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുക. കാരണം നാളുകളിലും വീണ്ടും വീണ്ടും നമ്മളെ നിയമങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റങ്ങളനുസരിച്ച് ഭൂമി വിൽക്കലും വാങ്ങലൊക്കെ കൂടുതൽ സങ്കീർണമാവും. ഈ ഭൂമി വിൽക്കൽ വാങ്ങൽ സംബന്ധിച്ച നിയമപ്രശ്നങ്ങൾക്കും അതുപോലെ ഒരു ഹോം ലോൺ എടുക്കാനും അല്ലെങ്കിൽ ഭൂമിയിലെ നൂലാമാലകൾ അഴിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഞങ്ങൾ ബന്ധപ്പെടാം. വളരെ സീനിയറായിട്ടുള്ള അഡ്വക്കേറ്റ്സും വളരെ സീനിയറായിട്ടുള്ള ഡോക്യുമെൻ്റ് റൈറ്റേഴ്സും സീനിയറായിട്ടുള്ള കൺസൾട്ടൻസും ഒക്കെ അടങ്ങുന്ന ഒരു ടീമാണ് റിയൽ ഡീലിൻ്റേത്. താങ്ക് യു.